ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2013 കാലഘട്ടം ദർസിൽ പഠിക്കുമ്പോഴാണ് ഒരു രാത്രി കൂട്ടുകാരൻ വന്ന് പറയുന്നത്, പൊന്മള ഉസ്താദ് നമ്മെ വിട്ടുപോയി, അഥവാ സമസ്ത വിട്ടുപോയി. ആ വിഷയത്തിൽ സംസാരം ഒരുപാട് നീണ്ടു. ഇനി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു. രാവിലെ ആയപ്പോഴാണ് അറിയുന്നത് പൊന്മള ഉസ്താദ് വിട്ടുപോയി എന്നതല്ല വിഷയം. ഹാഫിദ് എന്ന കള്ളപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ലക്ഷണം കെട്ട അബ്ദുള്ള കുരുവട്ടൂർ എന്നവൻ, അഥവാ ഹാഫിദ് ഉസ്താദ് എന്നറിയപ്പെടുന്നവനെ സമസ്ത പുറത്താക്കി എന്നതാണ്. പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും വേറെയാണെന്നും AP ഉസ്താദ് ഞങ്ങളുടെ കൂടെയാണെന്നുമുള്ള കള്ളപ്രചരണമായിരുന്നു കുരുവട്ടൂരി ലക്ഷണം കെട്ട കോമാടനും അനുയായികളും ആദ്യമായി പ്രചരിപ്പിച്ചത്. ഈയൊരു ക്യാമ്പയിനുമായി കുരുവട്ടൂരികൾ പലയിടങ്ങളിലും വേദികൾ സംഘടിപ്പിക്കുന്നു. പ്രസംഗം കേൾക്കാൻ ആകട്ടെ വേദിക്ക് പുറത്ത് നൂറുകണക്കിന് ആളുകൾ. നിഷ്കളങ്കരായ ഒരുപാട് പ്രവർത്തകർ പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ചോദ്യം ചെയ്തു. എന്താണ് ഹാഫിദ് ഉസ്താദിന് കുഴപ്പം? അതെന്താണ് സമസ്ത വ്യക്തമാക്കാത്തത്? തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ. അവരുടെ കയ്യിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട് എന്ന് ഞാനടക്കമുള്ള പല പ്രവർത്തകരും കരുതി. പക്ഷേ നമ്മുടെ ആലിമീങ്ങൾ ഒന്നും കാണാതെ ഒന്നും പറയില്ലല്ലോ എന്ന വിശ്വാസം. ഹാഫിദുമായി ബന്ധമുള്ളവർ സമസ്തയുടെ വാക്കുകേട്ട് ഒഴിഞ്ഞു നിന്നെങ്കിലും അവരുടെ മനസ്സിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്തിനാണ് ഹാഫിദ് ഉസ്താദിനെ പുറത്താക്കിയത്? ഇതിന് പൊന്മള ഉസ്താദിനും പേരോട് ഉസ്താദിനും മാത്രമാണോ പങ്ക്? AP ഉസ്താദിന് ബന്ധമില്ലേ? അപ്പോഴാണ് സമസ്ത മുഷാവറയുടെ വീഡിയോ തന്നെ ഇവരെ പുറത്താക്കി എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത്. പക്ഷേ നൗഷാദും കൂട്ടരും AP ഉസ്താദ് ഞങ്ങളെ കൂടെയാണ് എന്ന കള്ളത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. AP ഉസ്താദിനെ ഞാൻ എന്തെങ്കിലും പറയുന്ന കാലം വന്നാൽ അന്ന് എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന് വരെ അന്ന് നൗഷാദ് ഹൊസാനി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരുടെ പ്രഭാഷണങ്ങൾ മറുസമസ്തക്കാർക്കും സംഘടനാ വിരോധികൾക്കും സംഘടനക്കെതിരെ തിരിയാനുള്ള ആയുധങ്ങളായി. ആലപ്പുഴയിൽ നടന്ന EK സമസ്തയുടെ സമ്മേളനത്തിൽ പോലും ആദർശ ക്യാമ്പയിനിൽ നൗഷാദിന്റെ വിഷയമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. താജുൽ ഉലമയുടെ പേരക്കുട്ടി കുരുവട്ടൂരികളുടെ കൂടെ ഉണ്ടായത് ഞങ്ങൾ താജുൽ ഉലമയുടെ പിൻഗാമികൾ ആണ് എന്ന അവരുടെ വാദത്തിന് ശക്തി കൂട്ടി. കുരുവട്ടൂരിൽപ്പെട്ട എൻ്റെ കൂട്ടുകാരനായ ഒരു സയ്യിദ് പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എനിക്ക് തന്നെ വസ്വാസുണ്ടാക്കി തന്നു. കൂടെയുള്ള ഒരു ശരീക്കിനെ അവരുടെ ആലയത്തിൽ കൊണ്ടുപോവുകയും തിരിച്ചു വന്നപ്പോൾ അതുവരെ പേരോട് ഉസ്താദ് പൊന്മള ഉസ്താദ് എന്ന് പറഞ്ഞ അവന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: പേരോടും പൊന്മളയും എന്തിനാണ് ഹാഫിദ് ഉസ്താദിനെ പുറത്താക്കിയത്? അവന്റെ സംസാരം കേട്ട് ഞെട്ടിത്തെരിച്ചു. മറുപടി ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലും എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് പറയാതെ പറഞ്ഞുപോയ നിഷ്കളങ്കരായ സംഘടനാ നേതാക്കൾ പോലും ആ കൂട്ടത്തിലുണ്ട്. 2026 കാലഘട്ടം. കുരുവട്ടൂരികൾക്ക് വേദിയുടെ പുറത്തുള്ള കസേരയേക്കാൾ എണ്ണം വേദിയിലായി. കുരുവട്ടൂരികളെ മൊത്തം കൂട്ടിയാലും നമ്മുടെ ഒരു യൂണിറ്റിലെ ആളുകൾ പോലും തികയുന്നില്ല. താജുൽ ഉലമയുടെ പേരക്കുട്ടി അടക്കം നൂറുകണക്കിന് ആളുകൾ കുരുവട്ടൂർ ആലയം വിട്ടു. അവിടെയുള്ളവരാകട്ടെ തൻ്റെ വീടിന്റെ ആധാരമടക്കം ഷെയ്ഖിന് കൊണ്ടുപോയി കൊടുത്തു. കുഫ്രിയത്തിന്റെ പല വാദങ്ങളും വാദിക്കാൻ തുടങ്ങി. അവരെ നമുക്കെതിരെ തെളിവായി എടുത്ത മറുസമസ്തയുടെ പല ആലിമീങ്ങളും അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ആ മൂവർ സംഘം തെറിയുടെയും തനിപ്പേച്ച വാദങ്ങളുടെയും ആളുകളാണെന്ന് നിഷ്പക്ഷമതികൾ പോലും പറയാൻ തുടങ്ങി. 2013 മുതൽ 2023 വരെ താജുൽ ഉലമയുടെ പാരമ്പര്യം അവകാശപ്പെട്ടവർ 2024 മുതൽ ശംസുൽ ഉലമയുടെ ആളുകളായി മാറി.
ഇവർ തനി കാപട്യം നിറഞ്ഞവരാണെന്നും കോമാടന്റെ സേവയിൽപ്പെട്ടവരാണെന്നും സമൂഹം തിരിച്ചറിഞ്ഞു. ഇബ്ലീസിനെ നന്നാക്കാൻ ഖുർആൻ തിരുത്തപ്പെടാം എന്ന് വരെ വാദിച്ചു. ഹദീസ് വിരോധിയും ഇസ്ലാമിക വിരോധിയുമായ മുസ്തഫ മൗലവിയെ സ്വീകരിച്ചിരുത്തി. അന്ന് പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ചോദ്യം ചെയ്തവർ ഇന്ന് മനസ്സറിഞ്ഞു ചിന്തിച്ചു. ഈ കാട്ടുകള്ളനെ സമസ്ത അന്ന് പുറത്ത് ഇട്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ പ്രസ്ഥാനം? എത്ര പാവങ്ങൾ കോമാടന്റെ സേവയിൽ കുടുങ്ങുമായിരുന്നു? എത്ര പേരുടെ ആധാരം അവന് വേണ്ടി സമർപ്പിക്കുമായിരുന്നു? ഞാനടക്കമുള്ള പ്രവർത്തകർ മനസ്സുകൊണ്ട് മന്ത്രിച്ചു. പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും ആയിരുന്നു ശരി. എന്തിനാണ് പൊന്മളയും പേരോടും ഹാഫിൽ ഉസ്താദിനെ പുറത്താക്കിയത് എന്ന് ചോദിച്ച നിഷ്കളങ്കരായ പ്രവർത്തകർ ഉറക്കെ പറഞ്ഞു, എന്റെ മുത്ത് പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും. ഇപ്പോൾ പേരോട് ഉസ്താദിനെ കാണുമ്പോൾ അന്ന് താജുൽ ഉലമ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. പേരോടാടാ വരുന്നത്, ചെല്ലടാ തക്ബീർ. ബായിസ് മഷ്ഹൂദി എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം. അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.